ആക്ച്വലി നമ്മൾ ഈ പഠിച്ചൊക്കെ ഇറങ്ങിയിട്ട് ജോലിക്കൊക്കെ പോയിട്ട് പല സ്ട്രഗിൾസിലൂടെ കടന്നു വരുമ്പോൾ ആഹാരം കഴിക്കാൻ പൈസ ഇല്ലാതൊക്കെ ഞാൻ നിന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിതൊന്നും വീട്ടിൽ പറയത്തില്ല. വീട്ടിൽ പറഞ്ഞാൽ ചിലപ്പോൾ പപ്പ അപ്പോഴേ ഇട്ട് തരും. എന്നാ മോനെ നീ ഇപ്പോൾ അവർ നമ്മൾ കഴിക്കാതിരിക്കുകയെന്നും അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. അവരിനി എത്ര കഷ്ടപ്പെട്ടിട്ടായാലും നമ്മുടെ കാര്യങ്ങൾ നോക്കും. പക്ഷെ ഒരു പർട്ടിക്കുലർ ടൈം ലൈഫിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാരൻസിനെ നമ്മൾ സ്ട്രഗിൾ ചെയ്യിപ്പിക്കാനേ പാടില്ല. എൻ്റെ ഭയങ്കര ഒരു ഇതാണ്. അവരെ നമ്മൾ സേഫ് ആക്കുക. അപ്പം അങ്ങനെ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആഹാരം കഴിക്കാൻ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അന്നേരം നമ്മൾ വിചാരിക്കും, ഓ ഒരു ബിരിയാണി എവിടെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ, അല്ലെ കളഞ്ഞു ഒരു 500 രൂപ കളഞ്ഞു കിട്ടിയിരുന്നെങ്കിലൊക്കെ നമ്മൾ വിചാരിക്കും. സത്യത്തിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. അപ്പൊ ഇന്ന് ഞാൻ പോയി ഒരു നിമിഷം കൊണ്ട് ഒരു ചലഞ്ച് ചെയ്യും. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, എന്റെ ചലഞ്ചസിലോ ഗെയിംസിലോ ഒരാൾക്ക് പോലും ഇന്ന് ഗിഫ്റ്റ് കിട്ടായിരുന്നിട്ടില്ല. എല്ലാം സിമ്പിൾ ചലഞ്ചാണ്. ഞാൻ പോകുന്നതേ ഇവർ ഗിഫ്റ്റ് കൊടുക്കാനാണ്. ഇവരത് ചെയ്യാനുള്ള മനസ്സ് കാണിച്ചാൽ മതി. ഞാൻ ഇത്രേ പറയത്തുള്ളൂ. ഞാൻ ഇനി എന്ത് തന്നാലും, ഒരു ഫോൺ കോൾ പ്രാങ്ക് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് ചെയ്യാൻ അവർ മനസ്സ് കാണിക്കണം. നമ്മുടെ സമൂഹത്തിലെ യൂത്തിന് വരേണ്ട ഒരു തിങ്ങും അതാണ്, എന്തും ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്നത്തെ പല പ്രശ്നങ്ങളും ഇല്ലാതായിക്കോളും. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അത് ജീവിതം കൊണ്ട് തെളിയിച്ച ആളാണ്. തീർച്ചയായിട്ടും തെളിയിക്കാൻ ഇനി ഒരുപാട് കിടക്കുന്നു, ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്.